കൈരളി ടി.വി. തിരൂരിൽ സംഘടിപ്പിക്കുന്ന മെഗാ ഇവന്റ് കാർണിവലിന് സംഘാടക സമിതിയായി ഏപ്രിൽ 26-നാണ് പരിപാടി. സംഘാടക സമിതി ചെയർമാനായി മന്ത്രി വി അബ്ദുറഹ്മാനെയും ജനറൽ കൺവീനറായി ഗഫൂർ പി ലില്ലീസിനെയും തെരഞ്ഞെടുത്തു. തുഞ്ചന്റെ തട്ടകത്തിൽ കലയുടെ പെരുന്നാളൊരുക്കാൻ കൈരളി ടി.വി. ഒരുങ്ങിക്കഴിഞ്ഞു. വിധു പ്രതാപ്, മഞ്ചരി തുടങ്ങി 75ഓളം കലാകാരന്മാരാണ് തിരൂരിൽ എത്തുന്നത്. തിരൂർ GMLP സ്കൂളിൽ നടന്ന സംഘാടക സമിതി യോഗം സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് VP അനിൽ ഉദ്ഘാടനം ചെയ്തു. തിരൂരിലെ സാധാരണക്കാർക്കുകൂടി വലിയ പരിപാടികൾ നേരിട്ട് ആസ്വദിക്കാനുള്ള സൗകര്യമൊരുക്കുകയാണ് കൈരളി ടി.വി. എന്ന് VP അനിൽ പറഞ്ഞു. ഈ പരിപാടി ആസ്വദിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടാണ്. അപ്പോൾ പരമാവധി ആളുകളെ ഇത് കേൾപ്പിക്കുക, കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ കൈരളി ടി.വിയുടെ ലക്ഷ്യം. പരിപാടിയുടെ ബ്രോഷർ ഫൈസൽ കന്മനത്തിന് നൽകി VP അനിൽ പ്രകാശനം ചെയ്തു. പരിപാടിയെക്കുറിച്ച് ജനറൽ മാനേജർ B. സുനിൽ വിശദീകരിച്ചു. ചുരുങ്ങിയ സമയം കൊണ്ട് അറിയിപ്പിൽ ഇത്രയേറെ വലിയൊരു സ്വാഗത സംഘം ഞാൻ ഇതിനുമ്പ് കണ്ടിട്ടില്ല. ഇത് വലിയൊരു സന്തോഷവും ആവേശവും ഒക്കെ നൽകുന്നു. ഇവിടെ ഈ ആവേശം ഞങ്ങളുടെ പരിപാടിക്ക് കൂടുതൽ മികവേകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 1001 അംഗ സ്വാഗത സംഘമാണ് രൂപീകരിച്ചത്. മന്ത്രി വി അബ്ദുറഹ്മാൻ ചെയർമാനായും വർക്കിംഗ് ചെയർമാനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് U. സൈനുദ്ദീനെയും തെരഞ്ഞെടുത്തു. ജനറൽ കൺവീനറായി ഗഫൂർ പി ലില്ലീസിനെയും ട്രഷററായി T. ഷാജിയെയും തെരഞ്ഞെടുത്തു. A. ശിവദാസൻ, ബഷീർ കൂട്ടായി, PV കുട്ടൻ, AK ബൈജു, AJ പീറ്റർ, സുനിൽ മേനോൻ, ഗായകൻ ഫിറോസ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, മലപ്പുറം.